നമസ്കാരം. റഷ്യയുടെയും ഇറാന്റെയും അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിൽ അപ്പാച്ചെ എന്ന സാങ്കേതിക ഭീമനെ പിടിച്ചു നിൽക്കാനാകുമോ? അപ്പാച്ചെയുടെ ആധിപത്യത്തിന് മുന്നിൽ റഷ്യ ഉയർത്തുന്ന ഏറ്റവും വലിയ ഭീഷണി അവരുടെ S-400 S-500 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ്. ഏത് അത്യാധുനിക വിമാനത്തെയും ദൂരത്തു നിന്ന് തന്നെ കണ്ടെത്തി തകർക്കാൻ ശേഷിയുള്ള ഈ റഷ്യൻ വിദ്യയ്ക്ക് മുന്നിൽ അപ്പാച്ചെ നിസ്സഹായനാകുമെന്നാണ് പലരും വാദിക്കുന്നത്. എന്നാൽ ഇവിടെയാണ് അപ്പാച്ചെയുടെ ഡിജിറ്റൽ കണ്ണ് പ്രസക്തമാകുന്നത്. റഷ്യൻ റഡാറുകൾക്ക് പിടികൊടുക്കാനാകാതെ കുന്നുകൾക്കും മരങ്ങൾക്കും പിന്നിൽ ഒളിച്ചു നിന്ന് ആക്രമണം നടത്താൻ ഇതിനൊരു പ്രത്യേക കഴിവുണ്ട്. പക്ഷേ ഉക്രൈൻ യുദ്ധഭൂമിയിൽ നാം കണ്ടത് മറ്റൊരു കാഴ്ചയായിരുന്നു. തോളിലിട്ട് വെടിയുതിർക്കാവുന്ന മിസൈലുകൾക്ക് പോലും അതിവേഗ ഹെലികോപ്റ്ററുകളെ വീഴ്ത്താനായി ഇത് അമേരിക്കയുടെ ആത്മവിശ്വാസത്തിന് ഏറ്റവും വലിയ തിരിച്ചടി കൂടിയായിരുന്നു. മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളി മറ്റൊരു തരത്തിലുള്ളതായിരുന്നു. അത്യാധുനിക മിസൈലുകൾക്ക് പകരം കാമിക്കസ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇറാൻ അമേരിക്കൻ കരുത്തിനെ നേരിട്ടിരുന്നത്. അപ്പാച്ചയുടെ വിലയേറിയ മിസൈലുകൾ ഇത്തരം ചെറിയ ഡ്രോണുകൾക്ക് നേരെ പ്രയോഗിക്കുന്നത് സാമ്പത്തികമായി അമേരിക്ക വലിയ നഷ്ടമാണ് ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും ഹെലികോപ്റ്ററിലിരുന്നു തന്നെ ഡ്രോണുകളെ നിയന്ത്രിക്കുവാനും അവയെ നശിപ്പിക്കാനുമുള്ള MUMT സാങ്കേതിക വിദ്യ അപ്പാച്ചെ ശക്തനാക്കുകയാണ്. ശത്രുവിന്റെ പാളയത്തിലേക്ക് നേരിട്ട് കടന്നു ചെല്ലാതെ ഡ്രോണുകളെ അയച്ച് ആക്രമണം നടത്താൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇറാന്റെ ജാമിംഗ് സംവിധാനങ്ങൾ ഈ ഡിജിറ്റൽ ബന്ധത്തെ തകർക്കാൻ ശേഷിയുള്ളവയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ മണ്ണിൽ അപ്പാച്ചെ ഒരു സുരക്ഷിത വേട്ടക്കാരൻ ആണെന്ന് പറയാൻ കഴിയില്ല. ബോയിങ്ങിന്റെ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ലോകമെമ്പാടുമായി 1280-ലധികം അപ്പാച്ചെകൾ ഇന്ന് വിവിധ രാജ്യങ്ങളുടെ സേവനത്തിലുണ്ട്. 5 ദശലക്ഷത്തിലധികം പറക്കൽ മണിക്കൂറുകൾ പിന്നിട്ട ഇതിൽ 1.3 ദശലക്ഷവും യഥാർത്ഥ യുദ്ധമുഖത്തായിരുന്നു എന്നത് ഇതിന്റെ പ്രഭാവം വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും പുതിയ AH-64E വകഭേദം വെറുമൊരു ആക്രമണ ഹെലികോപ്റ്റർ അല്ല, അതൊരു ഡിജിറ്റൽ യുദ്ധകേന്ദ്രമാണ്. മൾട്ടി ഡൊമൈൻ ഓപ്പറേഷൻസ് യുദ്ധക്കളത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഇവയ്ക്ക് ആളില്ലാ വിമാനങ്ങളെ നിയന്ത്രിക്കുവാനും തത്സമയം ഡാറ്റ പങ്കിടാനും സാധിക്കും. നെറ്റ്വർക്ക് കേന്ദ്രീകൃതമായ ഈ സംവിധാനം പൈലറ്റുമാർക്ക് ശത്രുവിനെ കാണുന്നതിന് മുൻപേ തന്നെ ആക്രമിക്കാനുള്ള കൃത്യത നൽകുന്നു എന്നതും അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. അപ്പാച്ചയുടെ യഥാർത്ഥ മാരകത അതിന്റെ ആയുധ ശേഷിയാണ്. 16 ഹെൽഫയർ മിസൈലുകൾ, 76 റോക്കറ്റുകൾ എന്നിവയ്ക്കൊപ്പം മിനിറ്റിൽ 650 റൗണ്ടുകൾ വരെ വെടിവെക്കാവുന്ന 30 mm ചെയിൻ ഗണ്ണുകളും ഇതിനെ ഒരു പറക്കുന്ന ടാങ്കായി മാറ്റുന്നു. T-700GE 70ID എഞ്ചിനുകൾ നൽകുന്ന കരുത്തിൽ ഏത് കഠിനമായ ഭൂപ്രകൃതിയിലും പൊരുതാൻ അപ്പാച്ചയ്ക്ക് സാധിക്കും. ഇതിന്റെ മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 23,000 പൗണ്ട് അഥവാ 6,838 കിലോഗ്രാം ആണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഹെലികോപ്റ്ററിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഹൈദരാബാദിലെ ഡാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റമായി ചേർന്നാണ് അപ്പാച്ചയുടെ ഫ്യൂസ്ലേജുകൾ നിർമ്മിക്കുന്നത്. 2025 ജൂലൈയിൽ 6 AH-64E അപ്പാച്ചകളിൽ ആദ്യ 3 ഇന്ത്യക്ക് ലഭിച്ചിരുന്നു എന്നത് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് സുപ്രധാനമായ ഒരു നാഴിക കല്ലായിരുന്നു. AH-64E അപ്പാച്ചെ ലോകത്തെ ഏറ്റവും നൂതനമായ യുദ്ധോപകരണം എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. പക്ഷേ റഷ്യയുടെയും ഇറാന്റെയും പ്രതിരോധ തന്ത്രങ്ങൾക്ക് മുന്നിൽ ഇത് വെറും ഒരു യന്ത്രം മാത്രമാണ്. ആയുധത്തിന്റെ കരുത്തിനപ്പുറം അത് പ്രയോഗിക്കുന്നവന്റെ ബുദ്ധിയും സാഹചര്യവുമാണ് വിജയത്തെ തീരുമാനിക്കുന്നത്. അമേരിക്കൻ ആഭിജാത്യവും റഷ്യൻ പരുക്കൻ കരുത്തും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ അപ്പാച്ചെ വീഴുമോ അതോ വാഴുമോ എന്നത് വരാനിരിക്കുന്ന മഹായുദ്ധങ്ങൾ തീരുമാനിക്കും. മിനിറ്റിൽ 650 റൗണ്ടുകൾ പായിക്കുന്ന ഈ ഭീകര രൂപത്തിന് ആധുനിക ലോകത്ത് അല്ലെങ്കിൽ ആധുനിക ഈ ലോകത്ത് പ്രസക്തി നഷ്ടപ്പെട്ടില്ലെങ്കിൽ ശത്രുക്കളുടെ ചതുരംഗ കളത്തിൽ ഇതിന് ഓരോ നീക്കവും കരുതലോടെ നടത്തേണ്ടി വരും. അപ്പാച്ചെ എത്ര തന്നെ കരുത്തനാണെന്ന് അമേരിക്ക അവകാശപ്പെട്ടാലും ഉക്രൈനിലെയും മിഡിൽ ഈസ്റ്റിലെയും സാഹചര്യങ്ങൾ മറ്റൊരു ചിത്രമാണ് നമുക്ക് നൽകുന്നത്. റഷ്യയുടെ വിനാശകാരിയായ S-400 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇറാന്റെ തദ്ദേശീയമായ ഡ്രോൺ സാങ്കേതിക വിദ്യകൾക്കും മുന്നിൽ അപ്പാച്ചെ എത്രത്തോളം അതിജീവിക്കുമെന്നത് ഇപ്പോഴും തർക്ക വിഷയമാണ്.